വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം. സോളമൻ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത് ഫറവോയുടെ മരുമകനായി. തൻ്റെ കൊട്ടാരവും കർത്താവിൻ്റെ ആലയവും ജെറുസലേമിന് ചുറ്റുമുള്ള മതിലും പണിയുന്നത് പൂർത്തിയാകുന്നതുവരെ അവൻ അവളെ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുചെന്നാക്കി. പൂജാഗിരികളിൽ മാത്രമേ ജനം ബലി അർപ്പിച്ചിരുന്നുള്ളൂ. കാരണം കർത്താവിന്റെ നാമത്തിന് ഒരാലയം ആ കാലം വരെ നിർമ്മിക്കപ്പെട്ടിരുന്നില്ല. സോളമൻ തന്റെ പിതാവായ ദാവീദിന്റെ ചട്ടങ്ങളിൽ വ്യാപരിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചു. എന്നാൽ പൂജാഗിരികളിലാണ് അവൻ ബലി അർപ്പിക്കുകയും ധൂപം അർപ്പിക്കുകയും ചെയ്തിരുന്നതെന്ന് മാത്രം. ഒരിക്കൽ രാജാവ് ഗിബിയോനിലേക്ക് ബലി അർപ്പിക്കാൻ പോയി. എന്തെന്നാൽ അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടെ ആ ബലിപീഠത്തിൽ സോളമൻ 1000 ഹോമയാഗങ്ങൾ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗിബിയോനിൽ വെച്ച് രാത്രി കർത്താവ് സ്വപ്നത്തിൽ സോളമന് പ്രത്യക്ഷനായി. ദൈവം അരുൾ ചെയ്തു, ഞാൻ നിനക്ക് എന്ത് തരണമെന്ന് ചോദിച്ചു കൊള്ളുക. സോളമൻ പറഞ്ഞു, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് അവിടുത്തെ മുമ്പിൽ സത്യത്തിലും നീതിയിലും പരമാർത്ഥ ഹൃദയത്തോടെയും അങ്ങയോടൊപ്പം വ്യാപരിച്ചതിനാൽ വലിയ കാരുണ്യമാണ് അങ്ങ് അവനോട് കാണിച്ചിട്ടുള്ളത്. ഇന്നത്തേതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു മകനെ നൽകിക്കൊണ്ട് അങ്ങ് ഈ വലിയ കാരുണ്യം അവനു വേണ്ടി കാത്തു സൂക്ഷിച്ചു. ആകയാൽ എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് അങ്ങയുടെ ദാസനെ ഇപ്പോൾ അങ്ങ് രാജാവാക്കിയിരിക്കുകയാണല്ലോ. ഞാനാകട്ടെ ചെറുപ്പക്കാരനാണ്, എനിക്ക് പരിചയ സമ്പത്തില്ല. അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങയുടെ ജനത്തിൻ്റെ വലിപ്പം മൂലം തിട്ടപ്പെടുത്താനാകാത്തതും എണ്ണപ്പെടാനാകാത്തതുമായ ഒരു വലിയ ജനത്തിൻ്റെ മധ്യത്തിലാണ് അങ്ങയുടെ ദാസൻ. അങ്ങയുടെ മഹാജനത്തെ ന്യായം വിധിക്കാൻ ആർക്ക് സാധിക്കും? ആകയാൽ നന്മയും തിന്മയും തമ്മിൽ വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ന്യായം വിധിക്കുന്നതിന് ശ്രമിക്കുന്ന ഒരു ഹൃദയം അങ്ങയുടെ ദാസന് നൽകണം. സോളമൻ ഈ കാര്യം ചോദിച്ചതുകൊണ്ട് ഈ വചനം നാഥന്റെ ദൃഷ്ടികളിൽ പ്രീതികരമായി. ദൈവം അവനോട് അരുളി ചെയ്തു, നീ നിനക്കു വേണ്ടി ദീർഘായുസ് ചോദിച്ചില്ല, നീ നിനക്കു വേണ്ടി സമ്പത്ത് ചോദിച്ചില്ല, നീ നിനക്കു വേണ്ടി നിന്റെ ശത്രുക്കളുടെ ജീവൻ ചോദിച്ചില്ല. പ്രത്യുത ന്യായം കേൾക്കുന്നതിന് വിവേകമാണ് നീ ആവശ്യപ്പെട്ടത്. നീ ഈ കാര്യം ചോദിച്ചതുകൊണ്ട് ഇതാ നിന്റെ വാക്കുകൾക്കനുസൃതം ഞാൻ വർദ്ധിച്ചിരിക്കുന്നു. നിനക്ക് മുമ്പ് നിന്നെ പോലെ ഒരാൾക്കും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലും നിനക്ക് ശേഷം നിന്നെ പോലെ ഒരാളും ഉയരുകയില്ലാത്ത വിധത്തിലും ജ്ഞാനമുള്ള ഹൃദയവും വിവേകവും ഞാനിതാ നിനക്ക് തരുന്നു. മാത്രമല്ല നീ ചോദിക്കാത്തവ കൂടി, അതായത് സമ്പത്തും പ്രശസ്തിയും ഞാൻ നിനക്ക് തരുന്നു. ഈ കാര്യത്തിൽ നിന്റെ ജീവിതകാലത്തൊരിക്കലും രാജാക്കന്മാരിൽ ഒരാളും നിന്നെ പോലെ ആയിരിക്കുകയില്ല. നിന്റെ പിതാവായ ദാവീദ് ചരിച്ചതുപോലെ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് എൻ്റെ മാർഗത്തിൽ നീ ചരിച്ചാൽ നിന്റെ ദിവസങ്ങൾ ഞാൻ ദീർഘിപ്പിക്കും. സോളമൻ ഉണർന്നു. ഇതാ അതൊരു സ്വപ്നമായിരുന്നു. അവൻ ജെറുസലേമിലെത്തി കർത്താവിൻ്റെ ഉടമ്പടി പേടകത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഹോമയാഗങ്ങൾ അർപ്പിക്കുകയും സമാധാന ബലികൾ നിവേദിക്കുകയും തൻ്റെ സേവകർക്കെല്ലാം വേണ്ടി വിരുന്നൊരുക്കുകയും ചെയ്തു. ഒരിക്കൽ വേശ്യകളായ 2 സ്ത്രീകൾ രാജാവിൻ്റെ പക്കൽ വന്ന് അവൻ്റെ മുമ്പിൽ നിന്നു. ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞു, എൻ്റെ യജമാനനെ, ഞാനും ഈ സ്ത്രീയും ഒരേ വീട്ടിൽ താമസിക്കുന്നു. ഇവളോടൊപ്പം വീട്ടിലായിരുന്നപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങളെ കൂടാതെ അന്യരാരും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നു. രാത്രിയിൽ ഈ സ്ത്രീയുടെ പുത്രൻ മരിച്ചു. ഇവൾ അതിൻ്റെ മേൽ കിടന്നതാണ് കാരണം.
അർദ്ധരാത്രിയിൽ അങ്ങയുടെ ദാസി ഉറക്കത്തിലായിരുന്നപ്പോൾ ഇവൾ എഴുന്നേറ്റ് എൻ്റെ മകനെ എൻ്റെ മാറിടത്തിൽ നിന്നെടുത്ത് അവനെ തൻ്റെ മാറിടത്തിൽ കിടത്തി. ഇവളുടെ മരിച്ച പുത്രനെ എൻ്റെ മാറിടത്തിലും കിടത്തി. ഞാൻ രാവിലെ എൻ്റെ പുത്രന് മുല കൊടുക്കാൻ എഴുന്നേറ്റപ്പോൾ ഇതാ അവൻ മരിച്ചിരിക്കുന്നു. പ്രഭാതത്തിലാണ് അവനെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായത്. ഇതാ ഞാൻ പ്രസവിച്ച എൻ്റെ പുത്രൻ ആയിരുന്നില്ല അത്. മറ്റേ സ്ത്രീ പറഞ്ഞു, തീർച്ചയായും അങ്ങനെയല്ല, ജീവനുള്ളത് എൻ്റെ കുഞ്ഞാണ്, നിന്റെ കുഞ്ഞാണ് മരിച്ചത്. ആദ്യത്തവൾ പറഞ്ഞു, അല്ല, തീർച്ചയായും മരിച്ചത് നിന്റെ പുത്രനാണ്, എൻ്റെ പുത്രനാണ് ജീവനുള്ളത്. അങ്ങനെ അവർ രാജാവിൻ്റെ മുമ്പിൽ തർക്കിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഒരുവൾ പറയുന്നു, ജീവനുള്ളത് എൻ്റെ കുഞ്ഞാണ്, നിന്റെ പുത്രനാണ് മരിച്ചത്. മറ്റവൾ പറയുന്നു, തീർച്ചയായുമല്ല, നിന്റെ പുത്രനാണ് മരിച്ചത്, ജീവനുള്ളത് എൻ്റെ പുത്രനാണ്. ഒരു വാൾ കൊണ്ടുവരുവീൻ, രാജാവ് ആജ്ഞാപിച്ചു. രാജാവിൻ്റെ മുമ്പാകെ അവർ ഒരു വാൾ കൊണ്ടുവന്നു. രാജാവ് തുടർന്നു, ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി മുറിച്ച് ഒരു പകുതി ഒരുവൾക്കും ഒരു പകുതി മറ്റവൾക്കും കൊടുക്കുവിൻ. ജീവനുള്ള കുഞ്ഞ് ആരുടേതായിരുന്നോ ആ സ്ത്രീ രാജാവിനോട് തൻ്റെ കുഞ്ഞിനെ പ്രതി ഉള്ളുനേറി പറഞ്ഞു, എൻ്റെ യജമാനനെ, ദയവായി ജീവനുള്ള കുഞ്ഞിനെ അവൾക്ക് കൊടുത്താലും അതിനെ ഒരു കാരണവശാലും കൊല്ലരുതേ. എന്നാൽ മറ്റവൾ പറഞ്ഞു, എനിക്കും നിനക്കും അതില്ലാതാകട്ടെ, നിങ്ങൾ മുറിച്ചുകൊള്ളുവിൻ. അപ്പോൾ രാജാവ് പ്രത്യുത്തരമായി പറഞ്ഞു, ജീവിക്കുന്ന കുഞ്ഞിനെ അവൾക്ക് കൊടുക്കുവിൻ, അതിനെ ഒരു കാരണവശാലും കൊല്ലരുത്, അവളാണ് അതിൻ്റെ അമ്മ. രാജാവ് വിധിച്ച ന്യായവിധി ഇസ്രായേൽക്കാർ മുഴുവനും കേട്ടു. വിധി നടത്താനുള്ള ദൈവിക ജ്ഞാനം അവനിലുണ്ടെന്ന് കണ്ട് രാജാവിനെക്കുറിച്ച് അവർക്ക് ഭയമുണ്ടായി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം. സോളമൻ രാജാവ് ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ രാജാവായിരുന്നു. അവനുണ്ടായിരുന്ന പ്രമുഖർ ഇവരായിരുന്നു: സാദോക്കിന്റെ പുത്രൻ അസറിയ എന്ന പുരോഹിതൻ, ശീഷായുടെ പുത്രന്മാരായ എലീഹോറഫ്, അഹിയ എന്നീ എഴുത്തുകാർ, അഹീലൂദിന്റെ പുത്രൻ യഹോഷാഫത്ത് എന്ന ദിനവൃത്താന്തക്കാരൻ, സൈന്യത്തിനുമേൽ യഹോയാദായുടെ പുത്രൻ ബനായ, പുരോഹിതന്മാരായ സാദോക്കും അബിയാദറും, കങ്കാണിമാർക്കുമേൽ നാഥാന്റെ പുത്രൻ അസറിയ, നാഥാൻ പുരോഹിതന്റെ പുത്രൻ സാബൂദ് എന്ന രാജതോഴൻ, കൊട്ടാര കാര്യങ്ങൾക്കുമേൽ അഹിഷാർ, അടിമഗണത്തിനുമേൽ അബ്ദയുടെ പുത്രൻ അദോണിറാം. സോളമന് ഇസ്രായേൽ മുഴുവനുമായി 12 മേൽനോട്ടക്കാർ ഉണ്ടായിരുന്നു. രാജാവിനും അവന്റെ ഭവനത്തിനും വേണ്ടവ അവർ എത്തിച്ചു കൊടുത്തിരുന്നു. വർഷത്തിൽ 1 മാസത്തേക്ക് വേണ്ടവ എത്തിച്ചു കൊടുക്കാനുള്ള കടമ ഒരുവൻ്റേതായിരുന്നു. ഇവയാണ് അവരുടെ പേരുകൾ: എഫ്രായിം മലനാട്ടിൽ ബെൻഹൂർ, മാക്കസ്, ഷാൽബിം, ബെർഷമേഷ്, ഏലോൻ, ബേത്ത്ഹാനാൻ എന്നിവിടങ്ങളിൽ ബെൻദേക്കർ, അരുബോത്തിൽ ബെൻഹേസദ്. അവനുള്ളതായിരുന്നു സൊക്കോയും ഹേഫർ പ്രദേശങ്ങൾ മുഴുവനും, നഫാദോർ മുഴുവനും, ബെൻ അബീനാദാബ്. സോളമന്റെ പുത്രി താഫാത്ത് അവന്റെ ഭാര്യയായിരുന്നു. ജസ്രേലിന്റെ കീഴിൽ നിന്ന് സാരേധാനിക്ക് സമീപമുള്ള ബേർഷയാൻ മുതൽ യോക്മേയാമിന്റെ അപ്പുറം ആബേൽ മെഹോല വരെയുള്ള ബേർഷയാൻ മുഴുവനിലും, താനാക്കിലും മെഗീദോയിലും അഹീലൂദിന്റെ മകൻ ബാന. ഗിലെയാദിലെ റാമോത്തിൽ ബെൻഗേബർ അവനുള്ളതായിരുന്നു. മനാസയുടെ മകൻ ജായിരിന്റെ ഗിലെയാദിലുള്ള ഗ്രാമങ്ങൾ, മതിലും പിച്ചള ഓടാമ്പലുകളുമുള്ള 60 പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അൽഗോബ് പ്രദേശവും അവനുള്ളതായിരുന്നു. മഹാനായിമിൽ ഇദ്ദോയുടെ മകൻ അഹീനാദാബ്. നഫ്താലിയിൽ അഹിമാസ്. അവൻ സോളമന്റെ പുത്രി ബസ്മത്തിനെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഹൂഷായുടെ മകൻ ബാന ആഷേറിലും ബയാലോത്തിലും. പരുവായുടെ മകൻ യഹോഷാഫാത്ത് ഇസാക്കറിൽ. ഏലായുടെ മകൻ ഷിമെയി ബെഞ്ചമിനിൽ. അമോരി രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിന്റെയും നാട്ടിൽ, അതായത് ഗിലെയാദ് ദേശത്ത് ഊറിയുടെ മകൻ ഗേബർ നാട്ടിലുള്ള ഏക നേതാവ്.
യൂദായും ഇസ്രായേലും കടൽ തീരത്തെ വിശാലമായ മണൽ പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിരുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം. 7 സ്ത്രീകൾ അന്നൊരു പുരുഷനെ പിടിച്ചു നിർത്തി പറയും, ഞങ്ങൾ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. നിന്റെ നാമത്തിൽ ഞങ്ങൾ വിളിക്കപ്പെട്ടാൽ മാത്രം മതി. ഞങ്ങളുടെ അപമാനം നീക്കിത്തരണമേ. അന്ന് കർത്താവിന്റെ ശാഖ മനോഹരവും മഹിനീയവുമായിരിക്കും. ഭൂമിയുടെ ഫലമാകട്ടെ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ ഔന്നത്യവും സൗന്ദര്യവുമായിരിക്കും. സിയോനിൽ അവശേഷിക്കുന്നവർ, ജെറുസലേമിൽ ശേഷിക്കുന്നവർ, ജെറുസലേമിൽ ജീവനു വേണ്ടി എണ്ണപ്പെടുന്ന ഓരോരുത്തരും അവിടുത്തെ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും. ന്യായവിധിയുടെ ആത്മാവിനാലും അഗ്നിയുടെ ആത്മാവിനാലും നാഥൻ സിയോൻ പുത്രിമാരുടെ മാലിന്യം കഴുകിക്കളയുകയും ജെറുസലേമിന്റെ മധ്യത്തിലുള്ള അവളുടെ രക്തക്കറ ശുദ്ധീകരിക്കുകയും ചെയ്യുമെങ്കിൽ സിയോൻ പർവ്വതത്തിന്റെ സ്ഥലം മുഴുവനിലും അവിടെ സമ്മേളിക്കുന്നവർക്ക് മുകളിലും പകൽ മേഘവും രാത്രിയിൽ പുകയും അഗ്നിജ്വാലയുടെ ദീപ്തിയും കർത്താവ് രൂപപ്പെടുത്തും. കാരണം മഹത്വത്തിനെല്ലാം മുകളിൽ ഒരു വിധാനമുണ്ടായിരിക്കും. പകലിന്റെ ചൂടിൽ നിന്ന് തണലായി ഒരു കൂടാരമുണ്ടായിരിക്കും. അത് മഴയിൽ നിന്നും അതിവൃഷ്ടിയിൽ നിന്നും അഭയവും സങ്കേതവുമായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം. തൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രിയന്റെ ഗാനം എൻ്റെ പ്രിയനു വേണ്ടി ഞാൻ ആലപിക്കട്ടെ. ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അത് കിളച്ചു, കല്ലുകൾ നീക്കി വിശിഷ്ടമായ മുന്തിരിച്ചെടി നട്ടു. അവൻ അതിനു മധ്യേ ഒരു ഗോപുരം പണിതു. അതിലൊരു മുന്തിരിച്ചക്ക് കുഴിച്ചുണ്ടാക്കുകയും ചെയ്തു. അത് മുന്തിരിപ്പഴങ്ങൾ നൽകാൻ അവൻ കാത്തിരുന്നു. എന്നാൽ അത് നൽകിയത് കാട്ടുമുന്തിരിപ്പഴങ്ങളാണ്. ജെറുസലേം നിവാസികളെ, യൂദായിലെ മനുഷ്യരെ, എൻ്റെയും എൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെയും മധ്യേ നിങ്ങൾ തന്നെ ഇപ്പോൾ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോപ്പിനു വേണ്ടി ഞാൻ ഇനിയും എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? എന്താണ് ഞാൻ അതിനു വേണ്ടി ചെയ്യാത്തത്? അതു നല്ല മുന്തിരി നൽകാൻ ഞാൻ കാത്തിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് അത് കാട്ടുമുന്തിരിപ്പഴം നൽകിയത്? എൻ്റെ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ നിങ്ങളെ അറിയിക്കാം. നാശത്തിന് വിധേയമാകാൻ അതിൻ്റെ വേലി ഞാൻ പൊളിച്ചു കളയും. ചവിട്ടി മെതിക്കപ്പെടാൻ അതിൻ്റെ മതിൽ ഇടിച്ചു തകർക്കും. ഞാൻ അതിനെ തരിശാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ഇല്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ കാർമേഘങ്ങളോട് കൽപ്പിക്കും. എന്തെന്നാൽ ഇസ്രയേൽ ഭവനമാണ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം. യൂദായിലെ മനുഷ്യരാണ് അവന് ആനന്ദകരമായ കൃഷി. നീതിക്ക് വേണ്ടി അവിടുന്ന് കാത്തിരുന്നു. എന്നാൽ ഇതാ രക്തച്ചൊരിച്ചിൽ. ധർമ്മനിഷ്ഠയ്ക്കു വേണ്ടി കാത്തിരുന്നു. എന്നാൽ ഇതാ മുറവിളി. ഇനി ഇടമേ ഇല്ലാത്ത വിധം വീടോടു വീടും വയലോടും വയലും ചേർത്ത് ദേശത്തിനു മധ്യേ തനിച്ചു വസിക്കുന്ന നിങ്ങൾക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ ചെവികളിൽ പറഞ്ഞു, അനേകം മന്ദിരങ്ങൾ പാഴാകും, വലുതും മനോഹരവുമായവ നിവാസികളില്ലാതെയാകും. എന്തെന്നാൽ 10 ഏക്കർ മുന്തിരിത്തോട്ടം 1 ബത്ത് വീഞ്ഞേ നൽകൂ. 1 ഹോമർ വിത്ത് 1 ഏഫാ ധാന്യമേ പുറപ്പെടുവിക്കൂ. ലഹരി പാനീയങ്ങൾ തേടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു തങ്ങളെ ഉന്മത്തരാക്കാനായി സായം സന്ധ്യ വരെ കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട്. എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തി നോക്കുകയോ അവിടുത്തെ കരവേലകൾ കാണുകയോ ചെയ്യുന്നില്ല. അജ്ഞത നിമിത്തം എൻ്റെ ജനം അടിമത്തത്തിലേക്ക് നീങ്ങി. അതിൻ്റെ പ്രഭുക്കന്മാർ ദുർഭിക്ഷരും ജനക്കൂട്ടം ദാഹിച്ചു വരണ്ടവരുമാണ്. അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി ഉയർന്നിരിക്കുന്നു. അത് സീമാതീതമായി തൻ്റെ വായ് പിളർന്നിരിക്കുന്നു. അവളുടെ മഹിമയും ആരവവും അട്ടഹാസവും താഴേക്ക് പോകും. അവളിൽ ആനി നിൽക്കുന്നവരും മനുഷ്യൻ താഴ്ത്തപ്പെട്ടു, മർത്യൻ അപമാനിതനായി. അഹങ്കാരികളുടെ നയനങ്ങൾ താണു. സൈന്യങ്ങളുടെ കർത്താവ്
ന്യായവിധിയിൽ ഉയർന്നു നിൽക്കുന്നു. പരിശുദ്ധനായ ദൈവം നീതിയിൽ തന്നെ തന്നെ വ്യതിരക്തനാക്കുന്നു. അപ്പോൾ കുഞ്ഞാടുകൾ തങ്ങളുടെ മേച്ചിൽ പുറത്ത് മേഞ്ഞു നടക്കും. കൊഴുത്തവയുടെ ശൂന്യദേശങ്ങൾ പരദേശികൾ അനുഭവിക്കും. നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെയും വണ്ടി കയറുകൊണ്ട് എന്ന പോലെ പാപത്തെയും കെട്ടിവലിക്കുന്നവർക്ക് ദുരിതം. നമ്മൾ കാണുന്നതിനു വേണ്ടി അവിടുന്ന് തൻ്റെ പ്രവൃത്തി വേഗമാക്കട്ടെ, ത്വരിതപ്പെടുത്തട്ടെ. ഇസ്രയേലിന്റെ പരിശുദ്ധനായവന്റെ പദ്ധതി ആസന്നമാകട്ടെ. അത് നമുക്ക് അറിയാമല്ലോ എന്നവർ പറയുന്നു. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവർക്കും, അന്ധകാരത്തെ പ്രകാശമായും പ്രകാശത്തെ അന്ധകാരമായും പരിഗണിക്കുന്നവർക്കും, കയ്പിനെ മധുരമായും മധുരത്തെ കയ്പായും കരുതുന്നവർക്കും ദുരിതം. തങ്ങളുടെ തന്നെ ദൃഷ്ടികളിൽ ജ്ഞാനികളും തങ്ങളുടെ തന്നെ മുമ്പിൽ വിവേകികളുമായവർക്ക് ദുരിതം. വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് ദുരിതം. അവർ കൈക്കൂലിക്ക് വേണ്ടി ദുഷ്ടനെ കുറ്റവിമുക്തനാക്കുകയും നീതിമാന്മാരുടെ നീതി അവരിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്യുന്നു. അതിനാൽ തൻ്റെ ജനത്തിനെതിരായി കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. തൻ്റെ കരം അവരുടെ മേൽ നീട്ടി അവിടുന്ന് അവരെ പ്രഹരിച്ചു. പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. അവരുടെ മൃതശരീരങ്ങൾ തെരുവീഥികളിൽ കുപ്പ പോലെ കിടന്നു. എന്നിട്ടും അവിടുത്തെ കോപം പിന്തിരിഞ്ഞില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. വിദൂരസ്ഥമായ ഒരു ജനതയ്ക്ക് അവിടുന്ന് ഒരു അടയാളം ഉയർത്തും. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവരെ ചൂളം വിളിച്ചു വരുത്തും. ഇതാ, അതിവേഗം അവർ വരുന്നു. അവരിൽ ക്ഷീണിതനായി ആരുമില്ല, കാലിടറുന്നവനായി ആരുമില്ല. ഒരുവനും മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ആരുടെയും അരക്കച്ച അഴിഞ്ഞു പോവുകയോ ചെരുപ്പിന്റെ വള്ളി പൊട്ടുകയോ ചെയ്യുന്നില്ല. അവരുടെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളതാണ്. അവരുടെ വില്ലുകളെല്ലാം കുലച്ചിരിക്കുന്നു. അവരുടെ കുതിരകളുടെ കുളമ്പുകൾ തീക്കല്ല് പോലെ തോന്നിക്കുന്നു. അവരുടെ രഥചക്രങ്ങൾ കൊടുങ്കാറ്റു പോലെയാണ്. അവരുടെ ഗർജനം സിംഹത്തിൻ്റേത് പോലെയാണ്. യുവസിംഹങ്ങളെ പോലെ അവർ അലറുന്നു. അവർ മുരളുകയും ഇര പിടിച്ച് അധീനമാക്കുകയും ചെയ്യുന്നു. രക്ഷകനായി ഒരുവനുമില്ല. അന്ന് അതിനെക്കുറിച്ച് കടലിന്റെ ഇരമ്പൽ പോലെ അവർ മുരളും. ദേശത്തേക്ക് നോക്കിയാൽ ഇതാ, അവിടെ കടുത്ത അന്ധകാരമായിരിക്കും. മേഘങ്ങളാൽ പ്രകാശം ഇരുട്ടാകും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്രയും അറിവ് എവിടെ നിന്ന് കിട്ടി എന്നു പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയം പറയുന്നതോ എന്ന് മനസ്സിലാക്കും. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. എന്നാൽ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അധർമ്മമില്ല. മോശ നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ? എന്നിട്ടും നിങ്ങളാരും നിയമം പഠിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നത്? ജനക്കൂട്ടം പറഞ്ഞു, നിനക്ക് പിശാചുണ്ട്. ആരാണ് നിന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നത്? യേശു പ്രതിവദിച്ചു, ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു, അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല, പിതാക്കന്മാരിൽ നിന്നാണ്. അതനുസരിച്ച് സാബത്തിൽ നിങ്ങൾ ഒരുവന് പരിച്ഛേദന നടത്തുന്നു. മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ സാബത്ത് ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ, സാബത്ത് ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നുവോ? പുറമേ കാണുന്നതിനനുസരിച്ച് വിധിക്കാതെ നീതിപൂർവം വിധിക്കുവിൻ. ജെറുസലേം നിവാസികൾ ചിലർ പറഞ്ഞു, ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ, ഇവൻ പരസ്യമായി സംസാരിക്കുന്നു. എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല.
ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ഇവൻ എവിടെ നിന്നു വരുന്നെന്ന് നമുക്കറിയാം. എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ല. അതുകൊണ്ട് ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്നു വരുന്നുവെന്നും നിങ്ങൾക്കറിയാം അല്ലേ? എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അവിടുത്തെ അറിയാം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്നാണ്. അവിടുന്നാണ് എന്നെ അയച്ചത്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അവന്റെ മണിക്കൂർ ഇനിയും വരുന്നില്ല. ജനക്കൂട്ടത്തിൽ നിന്നാകട്ടെ ഏറെ പേർ അവനിൽ വിശ്വസിച്ചു. അവർ ചോദിച്ചു, ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? അവനെക്കുറിച്ചുള്ള ജനക്കൂട്ടത്തിന്റെ പിറുപിറുക്കൽ ഫരിസിയർ കേട്ടു. പുരോഹിത പ്രഭുക്കന്മാരും ഫരിസിയരും അവനെ പിടികൂടാൻ സേവകരെ അയച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതിനുശേഷം ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് പോകും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ യഹൂദർ പരസ്പരം പറഞ്ഞു, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധം എവിടേക്കാണ് അവൻ പോകുന്നത്? ഗ്രീക്കുകാരുടെ ഇടയിൽ ചിതറി പാർക്കുന്നവരുടെ അടുക്കൽ പോയി ഗ്രീക്കുകാരെ പഠിപ്പിക്കാനായിരിക്കുമോ? നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല എന്നും ഞാൻ ആയിരിക്കുന്നിടത്ത് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നും അവൻ പറഞ്ഞ ഈ വചനം എന്താണ്? ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ